ദേവീ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ വിചാര കേന്ദ്രത്തിലൂടെ ആത്മീയമായ അർത്ഥം തേടി വ്യത്യസ്തമായ നിലകളിൽ ജ്ഞാനത്തിൻ്റെയും നിലകളിലേക്ക് എത്തുമ്പോൾ, അജ്ഞാനത്തിൽ നിന്ന് അന്വേഷണത്തിലെത്തി ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ, ലോകത്തിൽ പുറം ലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന മനസ്സിനെ സത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുകൂട്ടുമ്പോൾ, അത് ആത്മബോധത്തിൻ്റെ ലെവലിലേക്ക് എത്തുമ്പോൾ, നമ്മളിത് ഒരു യാത്രയുടെ കഥ പോലെ നമ്മൾ കാണുമ്പോൾ, മഹാമായയുടെ ശക്തികൾ അവിദ്യ മായയും മോഹം, മമത, അഹങ്കാരം ഇവ സൃഷ്ടിക്കുന്ന മനുഷ്യൻ്റെ സഹസ്രാര ചക്രത്തിൽ നിന്നും മൂലാധാരത്തിലേക്കുള്ള യാത്രയുടെയൊക്കെ ഇടയിൽ സംസാര ലോകത്ത് നമ്മൾ ലോകചക്രത്തിൽ ബന്ധിക്കപ്പെടുമ്പോഴുണ്ടാവുന്ന മോഹം, മമത, അഹങ്കാരം ഇതിൽ നിന്നൊന്നും പുറത്തു വരാൻ പറ്റാത്ത സമയത്താണ് വിദ്യാമായ ജ്ഞാനവും വിവേകവും ആത്മബോധവും ഒക്കെ നൽകി മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ആഗ്രഹം ജനിപ്പിക്കാനെങ്കിലും സാധിച്ചാൽ വലിയൊരു മാറ്റമാണ്. ഇതെങ്ങനെ നടക്കുന്നു? പ്രതീകങ്ങൾ, പ്രതിനിധാനങ്ങൾ ചെയ്യുന്ന ദേവീ മഹാത്മ്യത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സുരഥ മഹാരാജാവ് കഥാപാത്രമാണ്. ഇതൊരു വ്യക്തിയല്ല. ലോക ജീവിതത്തിൽ സുരഥൻ പ്രതിനിധാനം ചെയ്യുന്നത് അധികാരത്തിൻ്റെ രഥം. സുരഥമാണ്, നല്ല രഥം. അത് നല്ല കോസ്റ്റ്ലി കാറ് പോലെ, ഇന്നത്തെ വലിയ റിച്ച് ആയിട്ടുള്ളവർക്കൊക്കെയുള്ള കോസ്റ്റ്ലി കാറ് പോലെയാണ് സുരഥം എന്ന് പറയുന്നത്. അധികാരത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും സമൂഹം അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് നമ്മൾ കാണണം. അത് കർമ്മയോഗികളുടെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സുരഥൻ്റെ ചോദ്യമാണ്, എന്താണ് ചോദിക്കുന്നത്? എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് ചോദ്യം. ഇത് ഇന്നത്തെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെട്ടാൽ, സ്ഥാനം പോയാൽ, അധികാരം പോയാൽ ഒക്കെ മനസ്സിലുണ്ടാകുന്ന ആകുലത, ഈ ഒരവസ്ഥ നമ്മളെയൊക്കെ സുരഥന്മാരായിട്ട് മാറ്റുകയാണ്. അതിനാൽ ദേവി അതിന് കൊടുക്കുന്ന ഒരു ഉത്തരം, വീണ്ടും രാജ്യം നൽകും, അടുത്ത ജന്മത്തിൽ ഇനിയും സ്ഥാനങ്ങൾ കിട്ടും. അതുകൊണ്ട് കർമ്മയോഗിയായി പ്രവർത്തിക്കാനുള്ള അവസരം ഇനിയും 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 തന്നുകൊണ്ടിരിക്കും. ഇനി സമാധി എന്ന് പറയുന്ന വൈശ്യൻ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സമാധി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഒരു വ്യാപാരിയാണ്, വൈശ്യനാണ്. അവൻ വൈരാഗ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ പ്രതിനിധീകരിക്കുന്ന, കുടുംബം ഉപേക്ഷിക്കുന്ന, ധനം നഷ്ടപ്പെട്ട, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട അവൻ ചോദിക്കുന്നത് ഈ മോഹം എന്താണ് എന്നാണ്. സമാധിയുടെ ആത്മീയ നിലയിൽ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും അവൻ ഇതിനകം ലോകത്തിൽ നിന്ന് അല്പം മാറി സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ആത്മജ്ഞാനം എന്താണ്? ദേവി അവന് നൽകുകയാണ്. എന്താണ് നൽകുന്നത്? ബ്രഹ്മജ്ഞാനം നൽകുകയാണ്. അതാണ് മോക്ഷം. ഈ കഥ ആഴത്തിൽ ദാർശനിക രൂപത്തിൽ നമ്മൾ 3 കഥാപാത്രങ്ങളെ, സുരഥൻ കർമ്മയോഗിയായിട്ടും, സമാധി ജ്ഞാനയോഗിയായിട്ടും, മേധസ് മഹർഷിയാണ്, ഗുരുവാണ്. ആ മഹർഷി, ഗുരു ആത്മീയ യാത്രയിൽ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയായിട്ടും, സംശയങ്ങളും അന്വേഷണങ്ങളും ജ്ഞാനവും ഗുരുവിൽ അർപ്പിക്കുമ്പോൾ അദ്ദേഹം ഉത്തരമായിട്ട് തരുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഗീതയിലെ, ഭഗവത്ഗീതയിലെ കൃഷ്ണൻ ദേവി ഹേഷ്യ ഗുണമയി മമ മായ ദുരത്യയ എന്ന് പറയുന്ന മായയെ കടക്കുക വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് പറഞ്ഞു തരിക. ഇപ്പൊ കർമ്മയോഗം സുരഥനും, ജ്ഞാനയോഗം സമാധിയും, ഭക്തിയോഗം ദേവി ആരാധനയുമായിട്ട് നമ്മൾ കാണുമ്പോൾ
പ്രകൃതിമായ ബോധം. സാ വിദ്യ പരമാ മുക്തേ ഹേതുഭൂത സനാതനി സംസാരം ബന്ധഹേതുശ്ച ശൈവ സർവേശ്വരേശ്വരി. ദേവി മൂന്നിൻ്റെയും രൂപമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നത്തെ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം ഈ കഥ നമ്മോട് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ, ജോലി, കുടുംബം, ധനം, സ്ഥാനം ഇവയിലക്കപ്പെട്ടിരിക്കുന്ന മോഹത്തിൽ നിന്ന്, ഇതൊക്കെ മഹാമായയുടെ കളിയാണ്. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ, നമുക്ക് മുന്നോട്ട് പോകാൻ ദേവി മഹാത്മ്യം കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥരൂപത്തിൽ മനസ്സിലാക്കിയാൽ സാധിക്കുമെന്ന് നമ്മളെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.